നമസ്കാരം, ഞാൻ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത പൊതുതെരഞ്ഞെടുപ്പ് മുമ്പോട്ട് വെക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? വികാരപരമാണോ അതെയോ വിചാരപരമാണോ? ഇതാണ് ഞാൻ മലയാളി പരിശോധിക്കുന്നത്. നിങ്ങൾ ഈ യുവാക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളതാണെന്ന് അറിയാവുന്ന കാര്യം. അത് നമ്മൾ ഞാനോട് ഒരു വാക്ക് പറഞ്ഞോട്ടെ. അതിനെ കുറിച്ച് ചർച്ച ചെയ്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് എടുത്ത് അലമാരിയുടെ അടിയിലോട്ട് വെച്ചു. പഠിച്ച കമ്മിറ്റി റിപ്പോർട്ട് ശിവശങ്കർ മറുപടി പറയാൻ സമയം. ശിവശങ്കർ ജനാധിപത്യ അവകാശം പറയട്ടെ, അപ്പോഴേ നമുക്ക് അടുത്ത ചോദ്യം. ഈ പഠിച്ച കമ്മിറ്റി ഞാൻ അവസാനിപ്പിച്ചിരുന്നു തുടങ്ങാം. ഈ പഠിച്ച കമ്മിറ്റി എന്ന് പറയുന്ന 6 മാസം നടത്തിയ നാഷണൽ സാമ്പിൾ സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ മലയാളിയായ CPM-ന്റെ നേതാവിന്റെ അളിയനാണെന്നും പറയാൻ പറ്റുള്ളൂ. പറയട്ടെ. CPM നേതാവിന്റെ അളിയൻ CPM നേതാവിന്റെ അളിയനാണെന്നും ഈ കമ്മിറ്റിയെക്കുറിച്ച് ചർച്ച നടത്തുവാൻ വേണ്ടി മന്ത്രിമാരും അതിന്റെ മുകളിലത്തെ നേതാക്കളും വിളിച്ചപ്പോൾ, IAS ഓഫീസർ വിളിച്ചപ്പോൾ ആ കമ്മിറ്റി അവിടെ ഈ റിപ്പോർട്ട് വെച്ചില്ല എന്നുള്ളതും കൂടി താങ്കൾ വായിക്കണം. 1. 2, RBI കുറിച്ച് ഇവർ നിരന്തരമായി പറയുന്നു. ഇത്തരത്തിൽ RBI നിയന്ത്രിക്കണമെങ്കിൽ അത്തരത്തിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ നേരത്തെ പറഞ്ഞ 2 RBI ചെയർമാന്മാരെയും ഗവർണർമാരെയും നിയന്ത്രിക്കാമായിരുന്നു. അവർ രാജിവെച്ചു പോയപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ ആരോപണങ്ങളാണെങ്കിൽ അത് പറഞ്ഞില്ല എന്നും ആലോചിക്കണം. അപ്പൊ RBI-യിൽ തെറ്റായ കാര്യങ്ങൾ നടന്നിരുന്നില്ല. അദ്ദേഹം ലാലു പറഞ്ഞ പോലെ ടയർ 1 ഒരു സെക്ടർ അല്ല അവിടെ പ്രശ്നം. അവിടെ അതിനേക്കാൾ ഉപരി RBI നിഷ്കർഷിച്ചിരുന്ന ഫണ്ടിനേക്കാൾ കൂടുതൽ അവിടെ ഫണ്ടുണ്ട്. അത് രാജ്യത്തിന് ആവശ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം. നിരന്തരമായി കെട്ടിക്കിടക്കുന്ന കഴിഞ്ഞ 17 വർഷമായി അവിടെ കെട്ടിക്കിടക്കുന്ന ഫണ്ട് ഒരു ബാബു സാറ് പറയുന്നത് ഇവിടെ 17 വർഷമായി കിടക്കുന്ന ഫണ്ട് സാധാരണക്കാരന് ഉപയോഗപ്രദമായി ഉപയോഗിക്കരുത്, അത് റിസർവ് ബാങ്കിൽ നിശ്ചലമായി കിടക്കണം. അല്ല, ഞാൻ അപ്പൊ RBI-യുടെ കാര്യത്തിൽ ഇത്തരത്തിൽ ഞങ്ങൾ 2 തീരുമാനങ്ങൾ എടുത്തപ്പോഴും ഇവർ പറഞ്ഞതുപോലെ RBI മുഴുവൻ പറ്റിക്കുകയും നോട്ട് നിരോധനം, അത് നവംബർ 8 നടത്തിയ നോട്ട് നിരോധനത്തെ പിറ്റേ മാസമോ എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള 2 RBI ഗവർണർമാർക്കും അത് തെറ്റാണെന്ന് പറയുവാനുള്ള അവകാശം ഉണ്ടായിട്ട് വരും. അവർ പറഞ്ഞില്ലല്ലോ രാജിവെച്ചിട്ട്. അപ്പൊ ഇതെല്ലാം പറയുന്നത് നിയമപരമായി അല്ലാത്ത ഒരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ വളരെ മുന്നോട്ട് പോകുമ്പോൾ RBI-യുടെ ഫണ്ട് മാത്രം നിരന്തരം സംരക്ഷിക്കപ്പെടണം, അത് സാധാരണക്കാരുടെ അടുത്തേക്ക് പോകരുത് എന്നുള്ള വാശിയാണ് സോഷ്യലിസ്റ്റ് വിരുദ്ധ ചിന്താഗതി. അത് സാധാരണ ജനങ്ങൾക്ക്, കർഷകർക്ക് എത്തേണ്ട അടുത്ത് എത്തണം. അത് RBI-യുടെ കുത്തുകൈ നിങ്ങളുടെ ആവശ്യമാണത് അംബാനിക്കും ഒക്കെ നൽകാൻ വേണ്ടി മാറ്റിവെക്കണം. അത് ശരിയല്ല. അവിടെയാണ് ഞങ്ങൾ എടുക്കുന്നത്. സാധാരണ കർഷകന് 6000 വെച്ച് കൊടുക്കുവാനുള്ള ആവശ്യത്തെ നിങ്ങൾ എതിർക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്, സാധാരണക്കാരന് ഗുണം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. ബേസൽ നോംസ് അനുസരിച്ച് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ശരിയാണ്. പക്ഷേ ആ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ബാങ്കുകൾ ലോകത്ത് മൊത്തം ഉണ്ട്. അവിടെ നീരവ് മോഡി മറ്റവരൊന്നും NP അടിച്ചിട്ട് പോവല്ല. അപ്പൊ നമുക്ക് ആ കരുതൽ തന്നെ അവരൊക്കെ വേറെ സ്ഥലത്താണ് പോയി കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ നീരവ് മോഡിയെ 3.4 ഡെഫിസിറ്റ് താങ്കൾ പറഞ്ഞല്ലോ. ഏത് ഗവൺമെന്റ് ആണ് ഇതിനു മുമ്പ് 4 മണി താഴെ FRBM ആക്ട് വെച്ചിട്ട് ഒറ്റ കരുതരുത്. ഈ നീരവ് മോഡിയെ ഈ പൈസ ഡയമണ്ട് ഒക്കെ ഉള്ള രീതി കട്ടോണ്ട് പോയ നീരവ് മോഡിയെ അദ്ദേഹം വെളിവെച്ച് കണ്ടു. പ്രധാനമന്ത്രി പ്രത്യേക ക്ഷണിതമായ അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ അവിടെ വെളിവെച്ച് കണ്ടു. ഈ SBI-യും മറ്റ് അസോസിയേറ്റ് ബാങ്കുകളും ഇങ്ങനെ ലയിപ്പിച്ച് വലിയ ബാങ്കാക്കുന്നു. അതുപോലെ തന്നെ വിജയ ബാങ്ക് പോലുള്ള മറ്റ് ചില ഒരു ഗ്രൂപ്പിനെ ഇതിന്റെ രഹസ്യം എന്തോ അല്ല, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫൈനാൻഷ്യലി കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു വലിയ ബാങ്ക് വേണ്ടെന്നുള്ളത് ആവശ്യം. ഇന്റർനാഷണലി ബാങ്ക്സ് എല്ലാം വലുതാണ്, ഒരു സംശയമില്ല. ശിവശങ്കറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഈ നമുക്ക് അംബാനിക്ക് അദാനി ആളുകൾക്കൊക്കെ അവർക്ക് നമ്മളൊരു ഹോം പിന്നെ വീട് പണിയാൻ 10 ലക്ഷം 5 ലക്ഷം അത് ലോൺ അല്ല വേണ്ടത്, 10,000 കോടി രൂപയാ. അത് കോടിയാണ്. അപ്പൊ അത് കൊടുക്കാൻ പാകത്തിൽ
നമ്മുടെ ബാങ്കുകളെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വലിയ വലിയ ബാങ്കുകളാക്കുന്ന അതേ നിയമം വലിയ കോർപ്പറേറ്റ് വലിയ ബാങ്കുകളെ ലയിപ്പിക്കാൻ അടവാണ് അവിടെ ജില്ലാ കോർപ്പറേറ്റ് സംസ്ഥാനത്തെ ജില്ലാ കോർപ്പറേറ്റ് ബാങ്കുകളെ ലയിപ്പിച്ചിട്ട് ഒരു കേരള ബാങ്ക് ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ലാലതിനെ പറഞ്ഞതുപോലെ അക്കാഡമിക്കലി ഞാനതിനെ കാണുന്നില്ല. അതിന്റെ പിന്നിൽ വലിയൊരു അഴിമതിയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, മോദി ഏതിലെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ കോർപ്പറേറ്റുകൾക്കല്ലാതെ തൊടില്ല, കോർപ്പറേറ്റുകൾക്കല്ലാതെ തൊടില്ല. രണ്ട്, ഇവിടെ SBI ലയനം, ഇപ്പൊ SBI ലയനം ഉണ്ടായതിന്റെ പിന്നിൽ ഞാൻ കാണുന്ന രാഷ്ട്രീയം ബിസിനസ് ട്രിക്ക് സാറി പറഞ്ഞത് തന്നെയാണ്. അതായത് ആസ്തി വർദ്ധിപ്പിക്കുക. ബാങ്കിന്റെ ആസ്തി വർദ്ധിപ്പിക്കുമ്പോൾ ലോൺ കൊടുക്കുന്നതിന്റെ അളവ് കൂടും, വോളിയം കൂടും. ലോൺ കൂടുന്നത് എങ്ങനെയാണ്? ആർക്കാ ലോൺ കിട്ടുന്നത്? ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്കാണ്, കോടീശ്വരന്മാർക്കാണ്. അവർക്ക് ഈ പൊതുമേഖലാ ബാങ്കുകളെ ഉപയോഗിച്ച് കൊടുക്കുന്ന ലോണ്, പബ്ലിക് മണി അവർക്ക് ലൂട്ട് ചെയ്യാൻ കൊടുക്കുന്നു. അവർ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഈ പബ്ലിക് മണി ഉപയോഗിച്ച് അവർ വളർച്ച നേടുന്നു. ആ വളർച്ചയെ ചൂണ്ടിയാണ് ഇദ്ദേഹം പറയുന്നത് ഈ രാജ്യം വളരുന്നുവെന്ന്. ഈ രാജ്യത്തെ സാധാരണ അല്ല, അതാണ് പറഞ്ഞുകൂടായിരുന്നില്ലേ? ഇവിടെ എന്തിനാ ലുലുവിന്റെ ഗ്രൂപ്പിനെ ഇവർക്ക് നിങ്ങൾ എന്താ പറയുന്നത്? വിളിച്ചുകൊണ്ടെന്ന് ചെയ്തല്ലോ. ഇലക്ഷൻ എന്ന് പറയുന്നത് കാതലായിട്ടുള്ള വിഷയങ്ങളുടെ മുകളിലുള്ള ഒരു പോരാട്ടം മാത്രമല്ല, വൈകാരികമായിട്ടുള്ള പ്രതലം അതിനുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പുൽവാമയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ കാരണം അതിന്റെ വൈകാരികതയാണ്. ഇപ്പൊ റാം ജന്മഭൂമി, അത് ശിവശങ്കറിന് വൈകാരികമായ ഒരു ഇഷ്യൂ ആണ്. അതിന്റെ തെറ്റ് ശരിയെ കുറിച്ച് മാറ്റുക. പക്ഷെ ഇതൊക്കെ മനസ്സുകളെ സ്വാധീനിക്കാൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം ഇലക്ഷൻ മാനേജ്മെന്റ് ആണ്. ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരു ഇലക്ഷൻ മാനേജ്മെന്റിനുള്ള ഏറ്റവും സുസംഘടിതമായ സംവിധാനമുള്ളത് ശിവശങ്കറിന്റെ കയ്യിലാണ്, പണത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഇതൊക്കെ, ഈ ഘടകങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലേ? അല്ലാതെ വെറും കാതലായ വിഷയങ്ങൾ മാത്രമാണോ? എന്താണ് അഭിപ്രായം? അല്ല, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും സ്വാധീനിക്കും. എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ തന്നെയാണ് ഇലക്ഷന്റെ വിധി നിർണയത്തിലേക്ക് അടുക്കുമ്പോൾ സ്വാധീനിക്കാൻ ഇടയുള്ളത്. ഒന്നാമതായി ഡെഫിനറ്റ്ലി മോഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡിനുള്ള തിളക്കം വളരെയധികം കുറഞ്ഞുപോയി. മോഡിയുടെ 2014 കുറഞ്ഞു, നന്നായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പരിപൂർണമായി പോയിട്ടില്ല, നന്നായി കുറഞ്ഞിട്ടുണ്ട്. 2014 മോഡി തരംഗത്തിലൂടെയായിരുന്നു ഒരുപക്ഷെ NDA സർക്കാർ അധികാരത്തിൽ വന്നതെങ്കിൽ 2019 അടുക്കുമ്പോൾ ആ മോഡി തരംഗം എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. ഓക്കെ, ആ മോഡിയുടെ ബ്രാൻഡ് വാല്യൂവിനോട് കടപിടിക്കാൻ കഴിയുന്ന ബ്രാൻഡ് വാല്യൂ ഉള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഇന്ന് പൊളിറ്റിക്സിലുണ്ടോ? മോഡി എന്ന് പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ഏകാധിപതിയായിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയായിട്ടാണ്. പക്ഷേ ഒരു പിടി നേതാക്കൾ ഈ 2014 തുടങ്ങി ഉള്ള കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ കാര്യം മാത്രമല്ല, മമതാ ബാനർജിയുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, മായാവതിയുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ചന്ദ്രബാബു നായിഡു ഒക്കെ എല്ലാവരും ഒരു പറ്റം നേതാക്കളെ നമുക്ക് ഇവിടെ മറ്റേ പക്ഷത്ത് കാണാം. എന്നാൽ BJPയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മോഡി അമിത്ഷാ എന്ന് പറയുന്ന കൂട്ടുകെട്ടിൽ തന്നെയാണ് BJPയുടെ ഭരണം. അതാണ് നേരത്തെ സണ്ണിക്കുട്ടി എബ്രഹാം അദ്ദേഹം സൂചിപ്പിച്ചു. നിതിൻ ഗഡ്കരിയെ പോലെയുള്ളവർക്ക് മോഡിയുടെ പല നയങ്ങളോടും വിമർശന ബുദ്ധിയോടുകൂടിയാണ് അവർ പെരുമാറുന്നത്. അവർ മാത്രമല്ല, രാജ്നാഥ് സിംഗ് ആയാലും പലർക്കും അതൃപ്തിയുണ്ട്. ഈ അതൃപ്തിയൊന്നും പലപ്പോഴും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പണം, മണി എന്ന് പറയുന്നത് ഏറ്റവും അധികം ഈ അടുത്ത് ബാർക്കിന്റെ ഏറ്റവും അടുത്ത റേറ്റിംഗ് പ്രകാരം ഏറ്റവും അധികം പരസ്യങ്ങൾക്ക് വേണ്ടി, ക്യാമ്പയിനുകൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്ന ഒരു പാർട്ടി, നമ്പർ 1 പാർട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും BJP തന്നെയാണ്. മറ്റെല്ലാ പാർട്ടികളും BJPയുടെ അടുത്ത് പോലും ഒരുപക്ഷെ സാധിക്കില്ല. ഈ ഒരു ബ്രാൻഡ് തന്നെ, പ്രത്യേകിച്ചും ന്യൂ സോഷ്യൽ മീഡിയയെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിലും ഒട്ടനവധി ഫേക്ക് ഐഡികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു അതിന്റെ ശരി തെറ്റ് മാറ്റുക, അതിന്റെ ആ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതൊരു ഇലക്ഷൻ മാനേജ്മെന്റ് മെഷീനറി, ഏറ്റവും സുസജ്ജമായ ഒരു മെഷീനറി ഉള്ളത് ശിവശങ്കറിന്റെ കയ്യിലല്ലേ? പക്ഷേ ഈ മെഷീനറി എന്ന് പറയുന്നത് പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നത് ഇപ്പൊ ഗുജറാത്ത് ബേസ് ചെയ്തിട്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മെഷീനറി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഉപയോഗിക്കപ്പെടുന്ന പലപ്പോഴും ആളുകളെ ഹയർ ചെയ്യുകയാണ്. ഇപ്പൊ പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ഹയർ ചെയ്തതാണോ സ്വന്തമാണോ എന്നുള്ളതല്ല പ്രശ്നം. മെഷീനറി ഉണ്ടെന്നുള്ളതല്ലേ? കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്ന പണം, ആ പണം എവിടെ നിന്ന് വരുന്നു, ആ പണത്തിന്റെ സ്രോതസ് എന്താണ് എന്നൊക്കെയുള്ള സാർ സൂചിപ്പിച്ചത് ഒരു മൈറ്റി ഫിഗർ ഇപ്പുറത്തുണ്ടോ എന്നുള്ള ചോദ്യമല്ലേ? 77 ഇപ്പുറത്താരായിരുന്നു മൈറ്റി ഫിഗർ? ഇന്ദിരാഗാന്ധി ഇന്ത്യ തോപ്പിക്കുമ്പോൾ ഇന്ത്യൻ ജനതയാണ് ജയിച്ചത്. അപ്പൊ എപ്പോഴും ഇപ്പുറത്ത് ഒരാൾ വേണമെന്നൊന്നുമില്ല. ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ഇപ്പോഴത്തെ വികാരം ആന്റി മോഡി വികാരമാണ്. അത് പ്രോ സംതിങ് ആണോന്നില്ല. ആന്റി മോഡി നമുക്ക് തോപ്പിക്കാനുള്ള ഇക്വേഷൻ ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യമുണ്ട്.
മണി പവർ എന്ന് പറഞ്ഞൊരു കാര്യം. പിന്നെ തോക്കും സാർ, ഞാൻ പറഞ്ഞു തോക്കും. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഫേക്ക് ന്യൂസ് ഒക്കെ ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പ്രചരണ യന്ത്രത്തിന്റെ ഒരു സംവിധാനത്തിന്റെ ഒരു മേൽക്കൈ ഈ പറഞ്ഞ പരസ്യ ഏജൻസികൾ നൽകുന്ന പ്രകാരം ഒരു 25,000 കോടി രൂപയുടെ പരസ്യ വിന്യാസമാണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ജെനുവിനായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും അതിന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSSന്റെ അടിസ്ഥാന ശാഖയുള്ള സ്ഥലം ഗുജറാത്തല്ല, മധ്യപ്രദേശാണ്. റേഷൻ കടകൾ മുതൽ സ്കൂളുകൾ മുതൽ ഗവൺമെന്റ് മിഷണറികൾ ഉൾപ്പെടെ മുഴുവൻ നിയന്ത്രിക്കുന്ന RSS ആയിരുന്നു. ഇതേ പണം ഉണ്ടായിരുന്നില്ലേ? 49 റാലികൾ നടത്തിയില്ലേ? അവിടെ കിണഞ്ഞ് പരിശ്രമിച്ചില്ലേ? മൊത്തം പരിശ്രമം ഉണ്ടായിരുന്നിട്ടും മാൻസോറിലെ കർഷകർ ഉയർത്തിയ കർഷകവാദവും അവിടുത്തെ മണ്ണിന്റെ മക്കൾ വാദവും കമൽനാഥ് ഉൾപ്പെടെ ജ്യോതിരാജ് സിന്ധ്യ ഉൾപ്പെടെ ഉയർത്തിയ സോഷ്യൽ മൂവ്മെന്റുകളും അവിടെ വിജയിച്ചില്ലേ? ചിലപ്പോൾ ഒരുപക്ഷെ വലിയ വിജയമായിരിക്കില്ല, പക്ഷേ 15 കൊല്ലത്തിന് ശേഷം മധ്യപ്രദേശിൽ BJP വീണു. ഛത്തീസ്ഗഡിൽ ഞങ്ങൾക്കൊരു നേതാവ് ഉണ്ടായിരുന്നില്ല. 32 നേതാക്കന്മാരെ മാവോയിസ്റ്റുകൾ വെടിവെച്ച് കൊന്നിട്ട് ഉയർത്തി കാണിക്കുന്ന നേതാവ് ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ അഡ്രസ് ചെയ്തു, ഞങ്ങൾ ടാറ്റ പിടിച്ചടക്കിയ ആദിവാസികളുടെ ഭൂമി തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത് ഛത്തീസ്ഗഡിൽ ഇവരെ തോൽപ്പിച്ചില്ലേ? നമ്മൾ കർണാടകയിൽ മതേതരത്വം ചേരി നിന്നപ്പോ തോൽപ്പിച്ചില്ലേ? അപ്പോ കേരളം ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെ ഗോവ ഉൾപ്പെടെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ബീഹാർ, UP, കശ്മീർ, പഞ്ചാബ് ഈ സെക്ടറിലേക്ക് നിങ്ങൾ നോക്കൂ. BJPയുടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പരിച്ഛേദം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ച ബ്രിട്ടാസ് ജി, ഇവർക്ക് പ്രാവശ്യം കടന്നു കയറാൻ പറ്റത്തില്ല. ശിവശങ്കര, ഇത് അവസാന വാക്കാണോ? ഇത് പരാജയപ്പെട്ടു പോകും. ശിവശങ്കർ ഒരു എന്താണ് ഒരു പുച്ഛത്തോടെയാണ് ഷഫീർ നോക്കുന്നത്. ഇല്ല, ഞാൻ കണക്കാ പറഞ്ഞു. ഷഫീറിന്റെ കണക്കുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ 2014 BJP അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് എത്ര സംസ്ഥാനത്തിൽ ഭരണം ഉണ്ടായിരുന്നു? ഇപ്പൊ എത്ര സംസ്ഥാനത്തിൽ അധികാരമുണ്ട്? താങ്കൾ ഒരു കാര്യമില്ല. ഷഫീറിന് അതൊന്നും ഒരു കാര്യമില്ല. കോൺഗ്രസ് ഞാനൊന്നും പറഞ്ഞു തുടങ്ങിയില്ല സാർ. ഞാൻ ഇദ്ദേഹത്തിന് ആകെയുള്ളത് കോൺഗ്രസ് തോറ്റാൽ അത് ഉടനെ പറയും ഞങ്ങൾക്ക് അവിടെ തിരഞ്ഞെടുപ്പ് മെഷീനിൽ പ്രശ്നമുണ്ട്. ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ദൈവത്തിന് അതുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിൽ അതും പറയാൻ പറ്റില്ല. അപ്പൊ തിരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് മെഷീനെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ജീവശ്വാസം കിട്ടി എന്നുള്ളത് ഒഴിച്ചാൽ ഞങ്ങൾ സമ്മതിക്കുന്നു അവിടെ ഞങ്ങൾക്ക് പരാജയമുണ്ടായി, ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനെന്താ തെറ്റ്? ജനാധിപത്യത്തിൽ തെറ്റുണ്ടാവും, ഭരണം നഷ്ടപ്പെടും, അതിൽ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഭരണം കേട്ടു, അത് 1% വോട്ടിനാണ് നഷ്ടപ്പെട്ടത്. അത് രാജസ്ഥാനിലും മധ്യപ്രദേശിലായാലും ഛത്തീസ്ഗഡിൽ നിങ്ങൾ പറയുന്ന പോലെ വലിയ തോൽവി തന്നെയാണ്. ഇതെന്നത്തെ പ്രശ്നം? ജനങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ടേയും മാറ്റി ചെയ്യട്ടെ. ഇവിടെ മോദി സർക്കാരിനെതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ മോദി സർക്കാർ മാറി വരട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളതിനെ ഭയക്കൊന്നുമില്ല. പക്ഷെ കാര്യം കാണേണ്ടത് 84% ആളുകളും ഇന്ന് മോദിയാണ് ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായിട്ട് കാണുന്നു എന്നാണ് അവസാനത്തെ സർവേയും കാണിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പണം ചെലവാക്കി കഴിഞ്ഞാൽ ചാനലുകൾ മുഴുവൻ മാറുന്നു വിചാരിക്കുന്നുണ്ടോ? ഇങ്ങനെ മീഡിയ മുഴുവൻ ബൈ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ കുറച്ച് വ്യത്യാസം വരാൻ സംഭവിച്ചേക്കാം. പക്ഷെ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കൊണ്ടൊന്നും ചാനലുകളെയും ഇവിടുത്തെ രാജ്യത്തെ മുഴുവൻ മീഡിയകളെയും അടച്ചുകെട്ടാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഒരു മിനിറ്റ് ഞങ്ങൾ ജനങ്ങളെ സത്യം അറിയിക്കുന്നു. പക്ഷേ ചാനലുകളും സത്യം അറിയിക്കട്ടെ, യഥാർത്ഥ ജനാധിപത്യം വിശ്വസിക്കട്ടെ. എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? പുൽവാമയില് ഇത് നടക്കുമ്പോൾ കോർബറ്റ് പാർക്കില് ഷൂട്ടിങ്ങിലാണെന്ന് പറഞ്ഞ് എനിക്ക് ശരിയാണെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ അപകടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ പോയത്, അതിനെക്കുറിച്ച് ഇവർ പറഞ്ഞിട്ട് പോയത് പിന്നെ വന്ദേമാതര എക്സ്പ്രസിന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ. ഇദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തില്ല, വണ്ടി ഓടുകയല്ലേ. ആ വണ്ടി പിറ്റേ ദിവസം ഓടിയാത്ത കുഴപ്പമാണ്. പക്ഷെ അത് സംഭവിച്ചെന്താ? എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പറയും മാനേജ്മെന്റ് ഓഫ് ഇലക്ഷൻ മെഷീനറികളെ കുറിച്ചാണ്. ഇപ്പൊ മാനേജ്മെന്റ് ഓഫ് ഇലക്ഷൻ മെഷീനറി എന്നതിനോടൊപ്പം തന്നെ മാനേജ്മെന്റ് ഓഫ് കോയിലേഷൻ ഈ ഒരു ഇലക്ഷനിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം എന്തായാലും ഒരു പാർട്ടിക്കും വ്യക്തമായ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂട്ടുകക്ഷികളെ ആര് വിശ്വാസത്തിലെടുക്കുന്നത്, ഈ കൂട്ടുകക്ഷികളെ മറ്റു സംസ്ഥാനങ്ങളിൽ എത്ര ഫലപ്രദമായ രീതി വിനിയോഗിക്കാം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് പ്രീ പോൾ അലയൻസുകളൊക്കെ. ഇപ്പൊ പ്രീ പോൾ അലയൻസുകളെ ഏറ്റവും വിദഗ്ധമായ രീതിയിൽ സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഇലക്ഷന് ശേഷം ഫലപ്രദമായ രീതി ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അത് വളരെ പ്രസക്തമായ ഒരു കാര്യം. പക്ഷേ റഹീം, നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിലക്കെടുക്കാനുള്ള ഒരു ശേഷിയുള്ള ഇന്ന് ഇന്ത്യയിലുള്ള ഒരു പാർട്ടി BJP ആണ്. അപ്പൊ അത്
പോസിറ്റീവായിട്ട് ശിവശങ്കരൻ കണ്ടു. കർണാടകയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ശിവശങ്കർ നേരത്തെ ഷഫീറിനോട് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഞങ്ങൾ അന്നൊക്കെ എത്ര ഉണ്ടായിരുന്നു, ഇപ്പോഴെത്ര ഭരിക്കുന്നു, അതുകൊണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ടാന്ന്. ശ്രീ ശിവശങ്കർ ആത്മാർത്ഥമായിട്ട് പറ, നിങ്ങൾ പവർ ബ്രോക്ക് ചെയ്ത് വാങ്ങിയ സ്റ്റേറ്റുകളല്ലേ കൂടുതലും, ഒന്നുകിൽ പോളിംഗിന് ശേഷം അല്ലെങ്കിൽ പോളിംഗിന് മുമ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യാത്ത ഡെമോക്രസി അപൂർവമല്ലേ? അത് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇലക്ഷൻ മാനേജ്മെന്റ് കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ സ്വാഭാവികമായി ഇവർക്കൊരു മേൽക്കൈ നമുക്ക് തോന്നും, അതിന് ആധിപത്യമില്ലേ? അപ്പോൾ നേരത്തെ ഭാസ്കരേന്ദ്ര ബാബു സാർ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ, ഇന്ത്യയിലെ മുതലാളി വിഭാഗം ഭരണകൂടത്തോടൊപ്പം വരുന്ന പാർട്ടിക്കൊപ്പം നിന്നിരുന്നു. മുമ്പ് കോൺഗ്രസിന് ഇതിന്റെ ഭാഗം കിട്ടിയിരുന്നു, ഇപ്പോൾ BJPക്കാണ് എന്ന് പറയുന്നു, ശരിയാണ്. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത എന്താ? അതിനെ ഓവർകം ചെയ്യാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് കരുത്തുണ്ട്. കാരണം ഇതിപ്പോൾ എത്ര പ്രചരണ സാമഗ്രികൾ ഇവർ ഉപയോഗിച്ചാലും എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിന് ഞാൻ പ്രതികരിക്കും. അതാണ് ഇവിടെ വരുന്ന പ്രശ്നം അതാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ സിമ്പിളായി പറയുന്നു, ഇപ്പോൾ ഈ കർഷകർ എന്തിനാണ് ഇറങ്ങി? ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു മുമ്പൊക്കെ സമരം നടത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഈ ന്യൂ ലിവർ പോളിസി ആരംഭിച്ചിട്ട് ഈ 2 ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിൽ ഇതുപോലെ സമരം കണ്ടിട്ടില്ല. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയിൽ ഈ കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. ഗംഭീരമായൊരു ചിത്രം ഉണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്, തിരിഞ്ഞോടുകയല്ല, പടുവൃത്തനായ ഒരു കർഷകൻ ആ തോക്ക് ചൂണ്ടി നിൽക്കുന്ന പോലീസുകാരുടെ മുമ്പിൽ ഒരു കല്ലും കട്ട എടുത്തിട്ട് എറിയാൻ നിൽക്കാം. കാരണം ഡു ഓർ ഡൈ ആണ്. എന്തുകൊണ്ട്? അവന്റെ ജീവിതത്തിൽ അഫക്റ്റ് ചെയ്യാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നോട്ട് നിരോധനത്തിന്റെ ആഘാതമേൽക്കാത്ത ഒരു ഇന്ത്യൻ പൗരനും ഇന്ത്യയിലില്ല. 2, ഇവിടെ നമ്മുടെ തൊട്ടടുത്തല്ലേ നമ്മുടെ എയർപോർട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയല്ലേ, ഈ തിരുവനന്തപുരം എയർപോർട്ട്. ഈ ഞാൻ പറയുന്നത് ഈ തിരുവനന്തപുരം, ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് ചോദിച്ചല്ലോ ഞങ്ങൾക്ക് എന്ത് യൂത്തിനകത്ത് നൽകിയെന്ന്. ഇന്ത്യൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള നമ്മുടെ എയർപോർട്ട് വിൽപ്പനയ്ക്ക് വെക്കാണ്. കേരള ഗവൺമെന്റ് ഇത് വിൽക്കരുത് എന്ന അഭ്യർത്ഥന ഞങ്ങൾ ഏറ്റെടുത്ത് കൊള്ളാം എന്ന് കേരള ഗവൺമെന്റ് കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടപ്പോൾ പിണറായി വിജയനോട് എന്താ പറഞ്ഞത്? നിങ്ങൾ കൂടി ഇതിന്റെ ടെൻഡറിൽ പങ്കെടുത്തോളാം, നിങ്ങൾ കൂടി ബിഡ് ചെയ്തോളാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ഈ രാജ്യത്തെ കോർപ്പറേറ്റ് മുഴുവൻ സ്ഥാപനങ്ങളും, പൊതുമേഖലാ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകൾക്ക് വിൽക്കാണ്. ഈ പറയുന്നതിന് ആരാ കൊടുത്തവരെ ബിഡ് കൊടുത്ത ആളാരാ? അദാനിയാണ്. ഒരു കച്ചവടക്കാരൻ ഇവിടെ ലേലം വിളിച്ച് നിൽക്കുകയാണ്. ഈ എയർപോർട്ട് ആരുടെ ഭൂമിയാ? അത് ആരുടെ ഭൂമിയാ? ഗവൺമെന്റ് എടുത്ത ഭൂമിയല്ലേ? ഷഫീർ ഇതൊക്കെ പറയുമ്പോൾ ശിവശങ്കർ ഇത് ചിരിച്ചു പോയിക്ക്. ഈ ഷഫീറിന്റെ പാർട്ടിയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ വിമാനത്താവളങ്ങളും വിറ്റത്. ഞങ്ങൾ നടപ്പിലാക്കിയ ആഗോളവൽക്കരണത്തെ കുറിച്ചുള്ള ചോദ്യം അതല്ല, ഷഫീർ വികാരം കൊണ്ടു. ഞങ്ങളുടെ സാമ്പത്തിക നിങ്ങൾ സമരം ചെയ്തത് ചെന്നൈ എയർപോർട്ടിന്റെ കാര്യത്തിൽ മാത്രമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഓഹരികളെ കൂടുതൽ നിലനിർത്തിക്കൊണ്ട് 70% ഓഹരി നിലനിർത്തിക്കൊണ്ട് കൊടുക്കുന്ന പോലെയാണോ അതേ സ്വകാര്യവൽക്കരണം കൊടുത്തുകൊണ്ടതാണോ പ്രശ്നം? ഇപ്പൊ തിരുവനന്തപുരം എയർപോർട്ടിന്റെ വിൽപ്പന ഞങ്ങൾ എതിർത്തില്ലേ? കോൺഗ്രസ് പാർട്ടിയും CPM എതിർത്തില്ലേ? കേരളത്തിലെ ഗവൺമെന്റ് എതിർത്തില്ലേ? ഞങ്ങളുടെ MP എതിർത്തില്ലേ? അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ വികസനത്തിന്റെ പേരിലുള്ള ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഈ ഇതുണ്ടല്ലോ, അതിൽ മനുഷ്യത്വപരമായ സമീപനം എടുക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സമീപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ ചില സമീപനങ്ങൾ എടുക്കേണ്ടി വന്നാൽ ഭരണകൂടത്തിൽ എടുക്കാം. പക്ഷേ അതിനും അപ്പുറത്ത് മനുഷ്യന്റെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ കൂടി എടുക്കണം. അതിലായിരുന്നു ഞങ്ങളുടെ തൊഴിലുറപ്പ് പദ്ധതി, അതായിരുന്നു ഞങ്ങളുടെ വിവരാവകാശ നിയമം, അതായിരുന്നു ഞങ്ങളുടെ വനാവകാശ നിയമം, അതായിരുന്നു ഞങ്ങളുടെ സേവനാവകാശ നിയമം, അതായിരുന്നു ഭക്ഷ്യസുരക്ഷാ പദ്ധതി, അതായിരുന്നു ചെറുകിട കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കാർഷിക ഇടങ്ങൾ എഴുതി തള്ളൽ. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. കോൺഗ്രസിന്റെ നിലപാടുകളും BJPയുടെ നിലപാടുകളും വ്യത്യാസമുണ്ട് സാർ. ഞാൻ നോക്കുമ്പോൾ അനു കണ്ണു തള്ളി നിൽക്കുക ഷഫീറിന്റെ പ്രകടനം. അനു ഇതൊക്കെ ഞങ്ങൾ നടപ്പിലാക്കിയതല്ലേ? ഒരു വലിയ പരിധിവരെ ഈ റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ഒരു പക്ഷെ കൊണ്ടുവന്നതിൽ UPA ഒന്നാം ഗവൺമെന്റിന് കാര്യമായിട്ടുള്ള പങ്കുണ്ട്. തൊഴിലുറപ്പ് നിയമമാണെങ്കിലും വിവരാവകാശ നിയമമാണെങ്കിലും എല്ലാം വനാവകാശ നിയമവും UPA ഒന്നാം ഗവൺമെന്റിന് ഒന്നിന്റെ പ്രത്യേകത എന്താ? UPA 1 ഏതാ ഗൈഡ് ചെയ്തേ? എന്താ ഗൈഡ് ചെയ്തേ? കോമൺ മിനിമം പ്രോഗ്രാമാണ്.
കോമൺ മിനിമം പ്രോഗ്രാം. പക്ഷേ അത് കോമൺ മിനിമം അന്ന് ഭരിച്ചത് അന്നത്തെ വികസന അജണ്ട നിശ്ചയിച്ചത് കോമൺ മിനിമം പ്രോഗ്രാമാണ്. കോൺഗ്രസ് മാനിഫെസ്റ്റോ അല്ല, CPIM-ഉം ലെഫ്റ്റും റൈറ്റും ചേർന്നെടുത്ത കോൺഗ്രസ് CMP ആണ്. അനു അത് എതിർത്തിട്ടില്ല, അവർക്ക് പറയാൻ. എന്നിട്ട് എന്തുകൊണ്ട് ഈ കോമൺ മിനിമം പ്രോഗ്രാം പ്രകാരം രണ്ടാമത് ഒരു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPM ഇത്ര പുറകോട്ട് പോയി? ഇത് ജനങ്ങൾ അംഗീകരിക്കുന്നില്ലേ? നിങ്ങൾക്ക് പറഞ്ഞിട്ട് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. CPM ഉണ്ടാവുന്ന ഗതികേട് അതാണ്. കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. CPM-നെ നമ്മളിപ്പോ BJP-യെ പറ്റി വളരെ കാര്യമായിട്ട് സംസാരിച്ചു, കോൺഗ്രസിനെ പറ്റി സംസാരിച്ചു. CPM-ഉം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ത്രിപുരയിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 20 വർഷത്തെ ഭരണത്തിന് ശേഷം പുതിയ ഗവൺമെന്റ് BJP-യുടെ നേതൃത്വത്തിലാണ് അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ബംഗാളിലെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 30 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് മമതാ ബാനർജി വരുന്നു. അല്ല, അപ്പൊ ഇത്തരത്തില് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പാർട്ടികൾ ആത്മപരിശോധന നടത്തേണ്ട സമയമാണ്. കാരണം ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം 44 സീറ്റ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നാണ് ഈ പറഞ്ഞ ഷഫീർ. എന്തായാലും ഈ പ്രതിപക്ഷ ഐക്യപ്പെടാനുള്ള ഒരു പ്രതിപക്ഷ ഐക്യത്തിലൂടെ തന്നെ. പക്ഷെ ലാല്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അടുത്ത തെരഞ്ഞെടുപ്പില് വാങ്ങൽ ശേഷി ആർക്കാണോ കൂടുതലുള്ളത്? ഇപ്പൊ യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കും. അതായത് ഒരാൾക്കും ഭൂരിപക്ഷമില്ല. ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസ് ഒരു 100 സീറ്റ്, BJP ഒരു 150 സീറ്റ്, ഇതൊക്കെയാണ് ആൾക്കാർ കാണുന്ന സംഭവം. അപ്പം ഒരു വിഭാഗത്തിനും ഭൂരിപക്ഷമില്ലാതെ വരുമ്പോൾ ഈ പറഞ്ഞ ഫെൻസിലിരിക്കുന്ന വരമ്പത്തിരിക്കുന്നവനെ കൊണ്ടുപോകാനുള്ള കഴിവാർക്കാവുള്ളത് BJP-ക്കായിരിക്കും ഉറപ്പാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതാണ് ശിവശങ്കരൻ നല്ല പാർട്ടികളെ വാങ്ങാൻ കഴിയും, ശരിയാണ്. വാങ്ങിക്കൊണ്ട് കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയും ചിലപ്പോൾ. ഞാൻ പറയുന്നത് അതിന് തടസ്സമായിരുന്ന ഒരു പ്രത്യയശാസ്ത്ര ലോകം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഉത്പാദിപ്പിക്കുന്നത്. എങ്ങനെയാണ് SP-യും ഞാൻ ഭാസ്വതിനോട് കാര്യം പറയട്ടെ, ഈ പൊളിറ്റിക്സിലെല്ലാം സംശുദ്ധമായിട്ട് പോകുമെന്ന് നമ്മൾ ധരിക്കരുത്. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ പ്രതിപക്ഷ നിരയിലുള്ള പല രാഷ്ട്രീയ പാർട്ടികളും, ഞാൻ സത്യസന്ധമായി പറഞ്ഞ കോൺഗ്രസും ഇടതുപക്ഷം ഒഴിച്ച് ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJP-യോട് മറഞ്ഞോ തിരിഞ്ഞോ ഒളിഞ്ഞോ പരസ്യമായ കച്ചവടം ചെയ്തു. എങ്ങനെയാണ് SP BSP സഖ്യം ഉണ്ടായത്? UP-യില് അല്ല, അത് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഭാസ്വതിന്റെ ബാബുവിനോട്. അവര് സഖ്യമുണ്ടാക്കിയത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ മോഡി വേണോ രാഹുൽ ഗാന്ധി വേണോ എന്നുള്ള വിഷയത്തിലല്ല അവരുണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയുടെ നിലനിൽപ്പാണ്. മമതാ ബാനർജി നേരത്തെ BJP-ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. SP അല്ലെങ്കിൽ SP ചെയ്തിട്ടില്ല. അപ്പം ഇപ്പൊ മുലായം സിംഗ് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോസ്റ്റ് ഇലക്ട്രൽ അലയൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, ഗുജറാത്തിൽ നിന്നുള്ള 56 ഇഞ്ചുകാരനായിരിക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി. വേറെ ഒരാൾ വരും എന്നുള്ള കാര്യം ചന്ദ്രബാബു നായിഡു ഒരു നീക്കം നടത്തുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ തെലങ്കാനയിലെ മറ്റേ റാവു സാറോ ചില നീക്കങ്ങൾ നടത്തുന്നു. അവിടെ പിന്നെ മമതാ ബാനർജി, ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി നിശബ്ദനായിട്ട് നിൽക്കുന്നു. എൻ്റെ വിശ്വാസം BJP-യെ ഒഴിവാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഭേദപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനുശേഷം ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുന്നു എന്നുള്ള വളരെ പ്രധാനമായിരിക്കും. അതായത് BJP-യെതിരെ കക്ഷികളിൽ കോൺഗ്രസ് ഒന്നാമത് വരുന്നില്ലെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായിട്ട് വരുന്നെങ്കിൽ 100 ആണെങ്കിലും 120 ആണെങ്കിലും ഏറ്റവും വലിയ കക്ഷിയായിട്ട് വരുന്നില്ലെങ്കിൽ മാറ്റം ഉണ്ടാവാം. പിന്നീട് അതേസമയം പ്രതിപക്ഷ കക്ഷികൾക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റും എന്നൊരു ധാരണ വന്നാൽ ഈ പർച്ചേസിംഗ് കപ്പാസിറ്റിക്ക് ചില ലിമിറ്റേഷൻസ് BJP-ക്ക് ബദലായിട്ട് ഒരു മഹാസഖ്യം രൂപപ്പെടുമ്പോൾ ഈ മഹാസഖ്യത്തിന്റെ നേതാവ് ആരെയെന്ന് ചോദ്യം വരുന്നുണ്ട്. കാരണം അവർ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കുമോ? ഇവൻ രാഹുൽ ഗാന്ധി അവർ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിച്ച ഈ മഹാസഖ്യത്തിലെ ബഹുഭൂരിപക്ഷം പ്രാദേശിക പാർട്ടിയുടെ നേതാക്കന്മാർക്കും പ്രധാനമന്ത്രി മോഹവുമായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ മഹാസഖ്യത്തിന്റെ നേതാവാകുമെന്ന് ഇല്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം.
ഇതേ പ്രശ്നം ഇപ്പോ ഇടയ്ക്ക് CPM ആയിട്ടൊക്കെ ചില സഖ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയല്ലോ. അവിടെ CPM പിന്തുണയോടുകൂടി ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസോ തിരിച്ചോ ചിന്തിക്കാതിരുന്ന കാലഘട്ടമായിരുന്നു 2004. ആ 2004 വെറും 141 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി പിന്നെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, SP ഉൾപ്പെടെയുള്ളവർ പുറത്തു നിന്ന്, മറ്റു ചെറുകിട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസിന്റെ വിരോധം ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും അപ്പോ ഒരുമിച്ച് ചേർന്നു. അപ്പോഴൊരു മുന്നണി ഉണ്ടായി, അപ്പോഴൊരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് 100 പിന്നെ കടന്നു കഴിഞ്ഞാൽ എഴുതി വെച്ചോളൂ, കോൺഗ്രസിന് ഞങ്ങളുടെ കണക്ക് പ്രകാരം എബവ് 150 ആണ്. എന്റെ ഷഫീറെ ഒരു സെക്കൻഡ്, ഞാൻ ഈ ഫ്ലോറിൽ പല പന്തായങ്ങളും വെച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ ജയിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുകളിൽ വേണം ഒരു പന്തായം. അല്ല 150 സീറ്റിന് മുകളിൽ കോൺഗ്രസ് ഞങ്ങളുടെ ടാർഗറ്റ് ഉണ്ടോ ഷഫീറിന്? ഞങ്ങളുടെ ടാർഗറ്റ് ആണ്. ടാർഗറ്റ് 200 അല്ല 150 പ്ലസ് ഷഫീറിന് പന്തായമുണ്ടോ? എന്തിനാ തർക്കിക്കുന്നത്? ഷഫീറിന് പന്തായമുണ്ടോ? 220 സീറ്റ്. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഇതേ ചോദ്യം ഞാൻ റഹീം പറയാണ്. റഹീമിന്റെ പാർട്ടിക്ക് 50 സീറ്റ് കിട്ടും. അതേ ആർജവത്തോടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എഴുതി വെക്കണം. നമുക്കൊരു പന്തായം വെക്കാം. എത്ര ഒരു എമൗണ്ട് പറ. ഞാൻ 150 സീറ്റിൽ കുറവാണ് കോൺഗ്രസ് കിട്ടുന്നെങ്കിൽ പന്തായി എനിക്കാണ്. 150 അതിന് മുകളിലാണ് കോൺഗ്രസിന്. കോൺഗ്രസിന് മാത്രം കോൺഗ്രസിന് 150 പ്ലസ് ഉണ്ടാവും. 5000 രൂപ 5000 രൂപ ഇതിനേക്കാൾ പറയാൻ കാര്യമുണ്ട് സാറേ. ഒരു പോയിന്റ് ആണ് ഇത്. 5000 രൂപ ഇപ്പൊ എടുത്തിയാൽ എന്റെ ഷഫീർ, ഇത് ഒരു സെക്കൻഡ്, ഇത് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ ഷഫീറിന്റെ ഈ പ്രസ്താവന ഹിന്ദിയിലേക്കോ UP-ൽ പോലും 20 സീറ്റ് ഹിന്ദിയിലേക്കോ ഇംഗ്ലീഷിലേക്കോ ഡബ് ചെയ്തത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് 20 സീറ്റ് കിഴക്കൻ ഇപ്പോഴേ മേടിച്ചു. അമിത്ഷാ മോഡി കൂട്ടുകെട്ട് അത് RSSനെ പരിഗണിക്കാതിരിക്കുകയും അവരുടെ തോന്നിവാസം ഈ ഒമ്നിപൊട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ആർക്കും ഇഷ്ടപ്പെടത്തില്ല. RSSന് ഇവരോട് താല്പര്യമില്ല. നിതിൻ ഗഡ്കരിയെ ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ശിവശങ്കർ നിതിൻ ഗഡ്കരിയുടെ ആളാണ്. സംഘം അടുത്ത പ്രാവശ്യം കൃത്യമായി മോഡി അമിത്ഷാ കൂട്ടുകൾ നിൽക്കത്തില്ല. കാര്യം അടുത്ത പ്രാവശ്യം കൂടെ വന്നു കഴിഞ്ഞാൽ ഇവർ പൂർണ്ണമായിട്ട് റദ്ദാക്കും. അതായത് ഇവിടെ വരുന്ന പ്രശ്നം, നേരത്തെ ഇവിടെ പർച്ചേസിംഗ് ഓഫ് ഡെമോക്രസിയുടെ പർച്ചേസിംഗ് പറഞ്ഞല്ലോ. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ പർച്ചേസിംഗ് പറഞ്ഞത്. നേരത്തെ ഇവിടെ ഉദാഹരിച്ച ഒരു സംസ്ഥാനമുണ്ട്, കർണാടക. ഇപ്പോ യഥാർത്ഥത്തിൽ പോളിംഗ് ബൂത്തുകൾ മാത്രമല്ല, റിസോർട്ടുകൾ കൂടിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ നിർണ്ണയിക്കുന്നത് എന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൂടി കടന്നു വരണം. അപ്പോൾ റിസോർട്ടുകൾ ഒരുപാടുണ്ട്, ഡൽഹിയിലും ഉത്തരേന്ത്യയിലും എല്ലായിടത്തും, രാജ്യത്തെല്ലായിടത്തും ഉണ്ട്. കോൺഗ്രസ് എങ്ങനെയാണ് റിസോർട്ടിനെ നോക്കിക്കാണുന്നത്, റിസോർട്ട് പൊളിറ്റിക്സിനെ നോക്കിക്കാണുന്നത്? ഇവിടെ വലിയൊരു പ്രശ്നം. അദ്ദേഹം പറയുകയാണ് കോൺഗ്രസ്, അങ്ങയും പറഞ്ഞു കോൺഗ്രസ് അങ്ങനെ വരണമെന്ന് അങ്ങയും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ആഗ്രഹത്തിൽ നിന്നുകൊണ്ട് പറയാണ്, ഒരു ഇന്ത്യ ഒരു ബദലിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറെക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് ആ ബദലായി മാറാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും വലിയ പരിമിതി രണ്ടാണ്. ഒന്ന് നിങ്ങളുടെ പൊളിറ്റിക്സലായ്മ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അപ്പുറത്ത് പോകുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് ഈ UP-യിൽ നിങ്ങൾക്ക് ഈ രണ്ട് കൂട്ടരുടെയും വിശ്വാസം എടുക്കാൻ പറ്റിയില്ല? SP-യും BSP-യും നിങ്ങളോട് അനുകൂലിച്ചുകൊണ്ട് കഴിഞ്ഞ യോഗി അധികാരത്തിൽ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ. എന്തായിരുന്നു അവരുടെ അനുഭവം? അപ്പോൾ ജനം നിങ്ങളെ തിരസ്കരിക്കുന്നു. BJP-ക്കെതിരായ വികാരം നിങ്ങൾക്കെതിരെയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ എടുക്കുന്ന ഇവിടെ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ സമീപനം ഈ ഫ്ലോറിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. യഥാർത്ഥത്തിൽ അല്ലല്ല, ചിരിക്കണ്ട അതുകൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ എന്താണ്? ഇപ്പോ 2 മണ്ഡലങ്ങൾ ഞങ്ങൾ തൊടില്ല, നിങ്ങൾ മത്സരിച്ചോളൂ എന്ന് മായാവതിയും SP-യും പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നു, അമേഠി റായ്ബറേലി കണ്ടോ? ഇതാണ് അഹങ്കാരം. ആർക്ക് വേണം? അപ്പൊ ഉത്തർപ്രദേശിലെ സീറ്റുകൾ ഈ വരുന്ന എത്ര സീറ്റ് കിട്ടും? നിങ്ങളൊന്ന് എത്ര കണക്കൂട്ടി? 2009 21 സീറ്റുകൾ കോൺഗ്രസ് UP-യിൽ നേടുമ്പോ ബ്രിട്ടാസ് എത്ര കണക്കൂട്ടി? 2 അല്ലേ കണക്കൂട്ടിയുള്ളൂ? ഞാൻ കണക്ക് കൂട്ടാത്ത കാര്യങ്ങൾ എന്നോട് ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പിലും എന്റേതായ ഒരു നിഗമനം നടത്തും. അത് പ്രത്യേകിച്ച് എന്റെ നിലപാടോ അതുമായിട്ട് നമ്മളെപ്പോഴും അങ്ങനെയല്ലേ ചെയ്യണത്. റിസോർട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയമില്ലായ്മ
കോൺഗ്രസിന് നേതൃത്വമില്ല, ഇതെല്ലാം റഹീം പറഞ്ഞതൊക്കെ ശരിയാ. സാധ്യമായ ബദല നമ്മുടെ സ്വപ്നമല്ല, സാധ്യമായ പോസിബിൾ ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കാം. അല്ല, ഒരു കാര്യം, പോസിബിൾ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന പ്ലേസിൽ നമുക്ക് കോൺഗ്രസ് നിൽക്കാൻ കഴിയില്ല. എന്താ കാരണം? പോസിബിലിറ്റി എവിടെയാണ് നിങ്ങൾ പ്രൂവ് ചെയ്തത്? നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾ പറയുന്നത് ക്ഷമിക്കണം, കോൺഗ്രസ് എവിടെയാണ് പ്രൂവ് ചെയ്തത്? എവിടെയാണ് പ്രൂവ് ചെയ്തത്? പിന്നെ അല്ല, പ്ലീസ് പറയട്ടെ. സ്വാഭാവികമായി ലീഡർഷിപ്പ് ഇപ്പോൾ ഉയർന്നു വരും എന്നുള്ളത് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആന്റി മോദി വേവ്, ആന്റി ഫാസിസ്റ്റ് മൂവ്മെന്റ് ഈ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. എന്താണ് ബദൽ? അതാണ് ബദൽ എന്ന് സാർ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു നേതാവിന്റെ കാര്യമോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കാര്യമോ ആണ് എങ്കിൽ നമുക്കത് ഇപ്പോൾ നിശ്ചയിക്കാനാകില്ല. അതാ താങ്കൾ തന്നെ പറഞ്ഞല്ലോ, നിർണ്ണയിക്കാനോ റഹീമിനുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞ കാര്യത്തിലാണ് ഞാൻ കോട്ട് ചെയ്തത്. അങ്ങനെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരിസരമല്ല ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം കുറച്ച് പിറകിലോട്ട് പോകണം. ഇന്ത്യയിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആയാറാം ഗയാറാം പ്രാദേശിക പാർട്ടികളുടെ ആധിപത്യം. ഇപ്പൊ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏകകക്ഷി ഭരണം എന്ന സ്വപ്നം അവസാനിച്ചൊരു എത്രയോ കാലമായി. ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ഗുജറാത്തുകാരനായ 56-കാരൻ വരില്ല, ഈ പറയുന്ന സമ്മർദ്ദങ്ങൾ വരും, കൊയിലേഷൻ വരും. ബിജെപിക്ക് ഒറ്റക്കക്ഷിയായിട്ട് ഭരിക്കാം. അപ്പോഴും പ്രതിപക്ഷത്തോ ഇവിടെ വരുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന പ്രാദേശിക കക്ഷികൾക്ക് വലിയ മേൽക്കൈയുണ്ട്. കോയിലേഷൻ പൊളിറ്റിക്സിൽ കോൺഗ്രസ് പലതും റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വാദം എനിക്കുണ്ട്. കോയിലേഷൻ പൊളിറ്റിക്സിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. ഇവർക്ക് മാന്യമായി കാര്യം SP BSP അലയൻസിനകത്ത് ഇവർക്ക് മാന്യമായിട്ട് ചേരായിരുന്നു. 2 സീറ്റ് ഇവർക്ക് മാറ്റി വെച്ചിരിക്കുന്നത് വിടുക, അതോടെ നിൽക്കട്ടെ. ഇവര് റായ്ബറേലിയിലും അമേഠിയിലും തന്നെ നിന്നാ ജയിക്കുവോ? എന്താ പ്രശ്നം എന്നറിയോ? അവിടെ അവർ SP BSP ഒരിക്കലും കാൻഡിഡേറ്റിനെ നിർത്താറില്ല. എന്നിട്ടാണ് ഈ മാന്യമായിട്ട് ഭൂരിപക്ഷം ജയിക്കുന്നത്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ വീക്ക്നെസ് ഇവരിതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ സത്യം. ഈ ഫോഴ്സുകളെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ ഇവരെ മറിച്ചിടാൻ പറ്റൂ. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇപ്പം ഞങ്ങൾ അലയൻസ് ഇല്ല, ആന്ധ്രാപ്രദേശിൽ അലയൻസ് ഇല്ല, അവിടെ ഇല്ല അലയൻസ് ഇല്ല. അപ്പോഴത്തേനും ഇവർക്ക് ജയിച്ച മട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വഴി കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കത്തേ ഉള്ളൂ. ജയിച്ച മട്ടിലാണെന്ന് ഷഫീർ പറഞ്ഞില്ല. ഷഫീർ പറഞ്ഞല്ല, കേന്ദ്രത്തിലെ കാര്യം ഞാൻ പറഞ്ഞു. യുപിയിലെ കാര്യം പറയുമ്പോൾ ഇപ്പം പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കൂടെ സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കേവലം ഏകദേശം 8% അടുത്ത് മാത്രമേ ഉള്ളൂ. അവർക്ക് സീറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ വോട്ട് ഷെയർ 25% എങ്കിലും ആക്കിയിരിക്കണം. അത് ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ സാധിക്കുമോ കോൺഗ്രസിന്? അതിലൊരു സീറ്റ് പിടിക്കാൻ കഴിയുന്നുണ്ട്. അതിന് മുമ്പ് 21 സീറ്റുകൾ 80 മണ്ഡലങ്ങളാണുള്ളത്, ലോക്സഭാ മണ്ഡലങ്ങളാണ് യുപിയിലുള്ളത്. കഴിഞ്ഞ തവണ 2014 ജനറൽ ഇലക്ഷനിൽ 71 സീറ്റില് BJP-യാണ് സീറ്റുകളിൽ BJP-യാണ് ജയിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തവണ ഒരു ഗ്രാൻഡ് അലയൻസിലൂടെ മാത്രമേ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതില് പറയുമ്പോ പോലും SP-യും BSP-യും എത്രമാത്രം അക്കോമഡേറ്റീവ് ആയിരുന്നു ഈ അലയൻസ് ചർച്ചകൾ നടത്തിയപ്പോൾ എന്നുള്ളത് സംശയമാണ്. കാരണം ഒരു പക്ഷേ കോൺഗ്രസ് ഒരു അലയൻസിൽ മുമ്പ് തന്നെ ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. SP BSP അല്ലല്ല, അത് അങ്ങനെയല്ല. കോൺഗ്രസ് അവിടെ ഏറ്റവും മോശമായ സ്ഥിതിയാണ്. SP-ക്കും BSP-ക്കും ഇവരെ അംഗീകരിക്കാൻ പറ്റിയ ഒരു ശക്തിയല്ല അവിടെ. കോൺഗ്രസ് പണ്ടേ അഹങ്കാരമൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെയാണ് ഇടപെടുന്നത്. അതായത് UP-യില് ഏകപക്ഷീയമായിട്ട് SP BSP-യും കൂടെ ചേർന്നിട്ട് 2 സീറ്റ് ബാക്കിയുള്ള ഞങ്ങൾ വീതിച്ചപ്പോ 37 ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അവിടെ ഏകപക്ഷീയമായിട്ട് പറയുമ്പോഴും ഈ മുന്നണിക്ക് ഞങ്ങൾ എതിരല്ല എന്നുള്ള വളരെ സൗകര്യത്തോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ഇന്ന്. കാരണം പണ്ടത്തെ അഹങ്കാരമൊക്കെ അവർക്കറിയാം. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ പോലെ സംഘടനയില്ല, പ്രവർത്തകരില്ല, കാര്യങ്ങളില്ല. പിന്നെ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ 2% കോൺഗ്രസിന്റെ വോട്ട് ഷെയർ എന്ന് മനസ്സിലാക്കണം. 2%. അവിടെ കോൺഗ്രസ് എന്താ അഹങ്കാരം പറയാനാ? കോൺഗ്രസും പിന്നെ ഇയാളുമായിട്ട് TDP-യുമായിട്ടുള്ള ധാരണയിൽ നടക്കുന്നു. പിന്നീട് ഈവൻ കോൺഗ്രസിനെ വളരെ നിശ്ചിതമായി വിമർശിക്കുന്ന ബംഗാളിൽ മമതാ ബാനർജിയോട് ഒരു സംഘർഷത്തിന് പോയിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് UP-യിലെ സിറ്റുവേഷൻ മാറുമെന്നാണ്.
UP-യിലെ 8 സീറ്റേ കോൺഗ്രസ് ചോദിക്കുന്നുള്ളൂ. അവിടെ 22 ഈ കോൺഗ്രസ് തകർന്നടിച്ചപ്പോൾ 22 ജയിച്ചു പറയുന്നത് അതായത് ഇവര് അക്കോമഡേറ്റ് ചെയ്യുന്ന അക്കോമഡേറ്റ് ചെയ്യുന്നില്ല, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും. ഞാൻ ഒറ്റ കാര്യം പറയാം. പിന്നെ പ്രിയങ്ക ഗാന്ധി വന്നതിന് ശേഷം ഇന്ത്യ ടുഡേയുടെ ഒരു സർവേയിൽ 57% അവിടെ UP-യിലെ ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പക്ഷെ 27% ഉണ്ടാക്കുമെന്ന് പറയുന്നു. അവിടെ വെറും 8% ആണ് ഇപ്പോഴത്തെ വോട്ട് ഷെയർ. അവിടെ വന്നിരിക്കുന്ന സംഭവം എന്താ അറിയോ? അപ്പൊ 58ഉം 18ഉമാണ് ഇപ്പൊ അവിടുത്തെ ഫസ്റ്റ് സർവേയിൽ വന്നത്. ഇപ്പൊ ഈ സർവേ അനുസരിച്ച് വന്നിരിക്കുന്നത് 52ലേക്ക് പ്രൈം മിനിസ്റ്റർ സാധ്യത 48ൽ നിന്ന് 52ലേക്ക് മോഡിയുടെ പ്രൈം മിനിസ്റ്റർ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. ഏത് പ്രിയങ്ക ഗാന്ധി വന്നതിന് ശേഷം UP-യിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്ന BJP-ക്കല്ല, അത് SP-ക്കും BSP കൂട്ടുകെട്ടിനാണ്. ഒറ്റ വരിയുടെ ആ സർവേയിൽ തന്നെ ഒരു വിവരമുള്ളത് പിന്നെ 9 പോയിന്റ് രാഹുൽ ഗാന്ധിയുടെ, അത് 31ലേക്ക് വന്നിരിക്കുന്നു. 31ലേക്ക് രാഹുൽ ഗാന്ധിയുടെ വന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി UP-യിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്നത് BJP-ക്കല്ല, SP-ക്കും BSP-ക്കുമാണ്. 58-18 എന്നുള്ള കണക്ക് മാറും. അവിടെ ഈ 3 ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ BJP വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. അത് മനസ്സിലാക്കാനുള്ള കഴിവ് മായാവതിക്കും അഖിലേഷ് യാദവിന് ഉണ്ടാകും ഞാൻ കരുതുന്നു. പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളെ പ്രിയങ്ക ഗാന്ധി BJP-യിൽ നടത്തി മാറ്റി കോൺഗ്രസിന് കൊണ്ടുവരും അല്ലെ? കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നാൽ പോലും അതിന്റെ ഗുണം SP-ക്കും BSP-ക്കും കിട്ടിയേക്കാം. എന്താ കാര്യം അറിയോ? കാരണം ഇപ്പോ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ബ്രാഹ്മണ കമ്മ്യൂണിറ്റിക്ക് പിന്നെ കൽരാജ് മിശ്രയ്ക്ക് ശേഷം ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും BJP-യിൽ ഒരു ക്ഷത്രിയ മുന്നേറ്റമാണെന്നും ബ്രാഹ്മണന്മാർ ഏറെ അവഗണിക്കപ്പെടുന്നുണ്ടെന്നും എന്നുമുള്ളൊരു ഫീലിംഗ്സ് അവിടെ ഉണ്ടെന്നിരിക്കവേ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയം കൃത്യമാണ്, അത് ഗുണം ചെയ്യുമെന്ന്. അപ്പൊ ഇവർ പറയുന്നു വരുന്നത് രാഹുൽ ഗാന്ധി അമ്പെ പരാജയം എന്നല്ലേ? ഈ പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴാണ് 9% വോട്ട് മാറുന്നത്. ഇതുവരെ ഈ മനുഷ്യൻ പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴാണ് ബ്രാഹ്മണ വോട്ട് മാറുന്നത്, ബ്രാഹ്മണ വർഗം മാറുന്നത്. ഇത്രയേറെ മാറ്റുവാൻ 2 ദിവസം കൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് പറ്റുമെങ്കിൽ രാഹുൽ ഗാന്ധി അമ്പെ പരാജയം. പ്രിയങ്ക ഗാന്ധിയെ ഇന്ദിരാഗാന്ധിയായി കാണുന്നു. ജനം. പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ കുറിച്ച് BJP പറയുന്ന ഏറ്റവും വലിയൊരു ആരോപണമാണിത്. രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു, പ്രിയങ്ക ഗാന്ധി പറയാവുന്നതാണ്. പക്ഷെ അത് ഞാൻ സമ്മതിക്കുമായിരുന്നു. എന്ന് കഴിഞ്ഞ ഈ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായിരുന്നുവെങ്കിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഫലം മറ്റൊന്നായിരുന്നുവെങ്കിൽ ഞാൻ ഇദ്ദേഹം പറയുന്നത് സമ്മതിക്കുമായിരുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ട്. അത് പ്രിയങ്ക വരുമ്പോൾ അതായത് ഉത്തർപ്രദേശ് ഷഫീർ വെച്ചൊരു ഫോർമുല, ഉത്തർപ്രദേശ് പൊളിറ്റിക്സ്, സവർണ, പ്രിയങ്ക, BJP വിരുദ്ധ, കോൺഗ്രസ് അനുകൂല, SP-ക്കും BSP-ക്കും ഗുണം. വളരെ ലളിതമായ, ഇതുപോലെ ലളിതമാണ് രാഷ്ട്രീയമെങ്കിൽ അതിനോട് ചേർത്തൊന്ന് പറയട്ടെ. ഇവിടെ വരുന്ന പ്രശ്നം പ്രിയങ്ക വരുന്നതോടുകൂടി ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നൊക്കെ പരസ്യം എഴുതി വെക്കാനേ കൊള്ളാവുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കണം, ജനത്തെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിസാരമാണ് ഇന്ത്യൻ ജനാധിപത്യമെങ്കിൽ നിങ്ങളുടെ പ്രിയങ്കയേക്കാൾ തിളക്കമുള്ള നോട്ടുകൾ കൊണ്ട് BJP അത് വാങ്ങും എന്നുകൂടിയാണ് അത് വായിക്കേണ്ടത്. ഇവിടെ ജനം വായിക്കുന്നതൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ അവിടെ മുമ്പിലുള്ള ആളാരാ? യോഗി ആദിത്യനാഥ് എന്ന അപകടകാരിയായ മുഖ്യമന്ത്രിക്കൊപ്പം ക്യാബിനറ്റ് റാങ്കുള്ള നിങ്ങളുടെ പഴയ PCC അധ്യക്ഷൻ ഇരിക്കുകയാണ്, റീത്ത ബഹുഗുണ ജോഷി അധ്യക്ഷൻ ഇരിക്കുകയാണ്. അത് ജനം നോക്കാണ്. നിങ്ങളവിടെ എടുക്കുന്ന അവിടുത്തെ നിങ്ങൾ ഈ പറഞ്ഞല്ലോ സവർണാധിപത്യം, അതിനെതിരെ ഇപ്പൊ വരാൻ പോകുന്ന ഇപ്പോ BJP ഇപ്പോൾ സ്വീപ്പ് ചെയ്യുന്നുവെങ്കിൽ, തള്ളിക്കളയുന്നുവെങ്കിൽ അതിന്റെ ഒരു ഫോഴ്സ് ആരാ? ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ, ദളിതർ, ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം തന്നല്ലോ. ഈ ജനവിഭാഗത്തെ മുമ്പിൽ ഒരു ഓൾട്ടർനേറ്റീവായി BJP-ക്ക് ഒരു ഓൾട്ടർനേറ്റീവായി നമ്മൾ എന്ന എന്താണ് നിങ്ങൾ മധ്യപ്രദേശിൽ കാണിച്ചത്? എന്താണ് നിങ്ങളുടെ ചോദ്യം കൂടിയുണ്ട്. അതായത് UP ഇലക്ഷൻ കവർ ചെയ്തിട്ടുള്ള ആളാണ് 1989 മുതൽ. പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് വേണ്ടി കവർ ചെയ്യുന്നില്ല. പ്രിയങ്ക ഗാന്ധി വന്ന് വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സർവേയിൽ 57% അതിന്റെ ദോഷം ഇവർക്കാണെന്നാണ്, SP BSP എന്നാണ്. മറ്റുള്ളവർക്ക് 31 BJP-ക്ക് പറയുന്നത്. ഞാൻ എന്റെ ചോദ്യമൊന്നുമില്ല. നമ്മൾ ഈ ചർച്ചയിൽ
നമ്മൾ ഈ ചർച്ചയിൽ കാണുമ്പോൾ ഈ പ്ലാസ്മ സ്ക്രീനിൽ വരുന്ന വിവിധ ദൃശ്യങ്ങളുണ്ട്. അതെല്ലാം കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള. എന്തിനാ നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ക്ലോസപ്പ് കൊടുത്തിരിക്കുന്നത്? പ്രിയങ്ക ഗാന്ധി ഒരു ഇഷ്യൂ അല്ല. നിങ്ങൾ ഗതകാല സ്മരണകൾ കേൾക്കൂ. ഗതകാല സ്മരണകൾ ഓർമ്മിച്ചിട്ട് കാര്യമില്ല. ചരിത്രം മാറിയിരിക്കുന്നു. നേരത്തെയും യു പിയിൽ ഇതാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇന്നിപ്പോ ഇത് ഒരു ഷഫീറിനോടുള്ള ഒരു ചോദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണ് കോൺഗ്രസിന്. ഒരു സംശയം വേണ്ട, ഒരു ഫ്രഷ് ഫേസ് ആണ്, അതിന് ഒരു തർക്കം വേണ്ട. പക്ഷെ ഞാൻ ഷഫീറിനോട് ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം, സണ്ണിക്കുട്ടി അതിൽ പങ്കാളിയാകുമെന്ന് വിചാരിക്കുന്നു. വളരെ ലളിതമായിട്ട് കരിക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്ന സംഭവമാണോ രാഷ്ട്രീയം? ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ബ്രാഹ്മണ വോട്ടുകളായിരിക്കും പ്രിയങ്ക ഗാന്ധി സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സാന്നിധ്യം, സ്വതന്ത്ര സാന്നിധ്യം SP BSPക്ക് വിഘാതമാകില്ല എന്ന് പറയുമ്പോൾ ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കാം. ഒരുപക്ഷെ SP BSPയിലേക്ക് പോകേണ്ട മുസ്ലിം വോട്ടുകളെ നിങ്ങൾ കൊണ്ടുപോയാലോ? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ലബോറട്ടറിയിൽ നമ്മൾ നടത്തുന്ന പരീക്ഷണം പോലെ ലളിതമാണോ പൊളിറ്റിക്സിലെ പരീക്ഷണങ്ങൾ? എന്നോടുള്ള ചോദ്യം ഞാൻ പറയാം. ഞാൻ ഷഫീറിനോട് പറഞ്ഞത്, ഷഫീർ പറഞ്ഞത് അതിനെ എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് അനുബന്ധമായിട്ടാണ് ഞാൻ പ്രിയങ്ക ഗാന്ധി കൂടി എടുത്തു പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധി ഒരു ഫാക്ടറല്ലാന്ന് ഞാൻ പറയുന്നേ ഇല്ല, ഫാക്ടർ തന്നെയാണ്. എത്രത്തോളം ചെലവാകുമെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, ചോദ്യമോട് ബട്ടാസ് പറഞ്ഞത് ശരിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ ബലം എന്തായിരുന്നു യു പിയിൽ, അല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റില് ബലം എന്തായിരുന്നു? അപ്പർ ക്ലാസ് ഹിന്ദുക്കള്, ഒപ്പം തന്നെ ദളിതുകള്, മുസ്ലിങ്ങൾ. അപ്പം അയോധ്യ വന്നപ്പം അപ്പർ ക്ലാസ് പോയി, മുസ്ലിംസ് അങ്ങനെ പോയി, അതൊക്കെ അങ്ങനെ പോയി. അത് അങ്ങനെയാണ് കോൺഗ്രസ് ഈ ഹിന്ദി ബെൽറ്റിൽ ഇത് കാര്യം. ഇവിടെ ഇപ്പോൾ ഞാൻ പ്രിയങ്ക ഗാന്ധിയുടെ യു പിയിലെ പ്രസക്തി കാണുന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഉണ്ടാകുന്ന, നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച 58 സീറ്റ് SP BSP, 18 സീറ്റ് BJP എന്ന് പറയുന്ന ആ ഒരു വോട്ട് ഷെയറോ അല്ലെങ്കിൽ സീറ്റ് ഷെയറോ, ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ വരവ് എങ്ങനെയെങ്കിലും അവിടെ ഒരു പുതിയ കൂട്ടുകെട്ട് അഡ്ജസ്റ്റ്മെന്റേ ഉള്ളൂ. ഞങ്ങളിവിടെ സംസാരിക്കായിരുന്നു എന്തുകൊണ്ടാണ് SP BSPയുമായിട്ട് കൂടാൻ, പരസ്യമായിട്ട് കൂടാൻ കോൺഗ്രസിന് തയ്യാറാകാത്തത്. കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ട്, കാരണം അപ്പർ ക്ലാസിന്റെ വോട്ട് നഷ്ടപ്പെട്ടു പോകാം. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ SP BSP അലയൻസിന്റെ ഒരു ഭാഗമായിട്ട് കോൺഗ്രസ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആ ഒരു ഞാൻ കാണുന്നുള്ളൂ. നമ്മളിപ്പോ സംസാരിക്കുന്നത് മുഴുവൻ പ്രീ പോൾ പരിസരത്ത് നിന്നാണ്. പോളിംഗ് അങ്ങോട്ട് തുടങ്ങി അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ 1977 അനുഭവം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പോൾ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ശിവശങ്കർ, നമുക്ക് ജയജീവൻ റാമിനെ പോലുള്ള ആൾക്കാർ കൂറുമാറി. വലിയ മാറ്റമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം. വലിയ ഏകാഗ്രതയാണ് ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചത്. അതുപോലെ ഇവിടെയും ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കും. ഒരു പുതിയ ഏറ്റവും വലിയ ശത്രു അദ്വാനിയാണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് അവരൊക്കെ സംസാരിക്കുന്ന ഒരു കാലം വരും. അദ്വാനിയെ മാർഗദർശക് മണ്ഡൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. ഒരു കാര്യം, ഒറ്റ വാക്ക്. ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഇപ്പൊ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ഇപ്പം അടുത്ത ഈ തുടർ ഭരണം ഉണ്ടാവുന്ന രീതിയിൽ ഇപ്പൊ BJPക്ക് എന്താണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാൻ കഴിയുന്ന, അല്ല എന്താണ് നിങ്ങൾ ഇനിയിപ്പോ ഇലക്ഷൻ സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്? അവസാനം ശിവശങ്കരനിലേക്ക് ബോൾ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഒരു പക്ഷെ അദ്ദേഹം ചോദിച്ചത്. ഒറ്റ വാചകത്തിൽ പറയാണ്, ഏതായിരിക്കും നിങ്ങൾ ഊന്നാൻ പോകുന്നത്? മനുഷ്യന്റെ ഭക്ഷണമാണോ, തൊഴിലാണോ, അതോ മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു അമ്പലമാണോ? എന്താണ് വികസനം തന്നെയാണ്, ഒരു സംശയവുമില്ല. കാരണം പ്രധാന ഇഷ്യൂ ആയിട്ട് വയ്ക്കുന്നെങ്കിൽ പലരും ആഗ്രഹിക്കുന്ന പോലെ BJP ഗവൺമെന്റ് പോകും. നമ്മളെ ഒരു പ്രവചനത്തിന് ഈ ഒരു ചർച്ച തയ്യാറല്ല. ഇത് ജനസമക്ഷം ഉയർന്നു വരേണ്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരുപക്ഷെ ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ സാധാരണ വോട്ടർമാർ കാണേണ്ടത്, ദിശാസൂചിക പകരാൻ വേണ്ടി മാത്രമുള്ള ഒരു ചർച്ചയാണ്. ജനങ്ങൾ തീരുമാനിക്കേണ്ടത്. ജനാധിപത്യത്തിൽ ഒരുപക്ഷെ ജനങ്ങളുടെ വിധിയാണ് ഏറ്റവും സുപ്രധാനം. ഞാൻ മലയാളി ഇവിടെ അവസാനിക്കും.